വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം പറഞ്ഞോളട്ടെ. ഈ വീഡിയോയിൽ ഇസ്ലാം മതത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും മതവിശ്വാസങ്ങളെക്കുറിച്ചുള്ളതല്ല ഈ വീഡിയോ. ഇസ്ലാം മതത്തിൻ്റെ ഉദയവും ആ ഇസ്ലാം മതം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മതമായി വളർന്നതെങ്ങനെ എന്നുള്ള ചരിത്ര പ്രാധാന്യമാണ് നമ്മളിന്ന് ടെല്ലിംഗ് ഹിസ്റ്ററിയിലൂടെ പരിശോധിക്കുന്നത്. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ മതമായ ഇസ്ലാം 7-ാം നൂറ്റാണ്ടിൽ അറേബ്യൻ മരുഭൂമിയിൽ നിന്നാണ് ഉദയം കൊള്ളുന്നത്. അക്കാലത്ത് വലിയ പ്രാധാന്യമൊന്നുമില്ലാത്ത തീർത്തും പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമായാണ് അറേബ്യ കണക്കാക്കപ്പെട്ടിരുന്നത്. AD 570 മക്കയിൽ ജനിച്ച കച്ചവടക്കാരനായ മുഹമ്മദ് നബിയാണ് ഇസ്ലാമിന് രൂപം നൽകുന്നത്. ഖുറൈഷ് ഗോത്രത്തിലെ ബനു ഹാഷിം വംശത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ജനനത്തിന് മുമ്പ് തന്നെ പിതാവ് മരണപ്പെട്ടിരുന്നു. 6 വയസ്സുള്ളപ്പോൾ അമ്മയും മരിച്ചു. തുടർന്ന് മുത്തശ്ശനും പിന്നീട് അമ്മാവനായ അബു താലിബും അദ്ദേഹത്തെ വളർത്തി. പിന്നീട് ഒരു യുവ വ്യാപാരിയും ഇടയനുമായി ഒരു സാധാരണ ജീവിതം നയിച്ചു. 25-ാം വയസ്സിൽ അദ്ദേഹം ഖദീജ എന്ന യുവതിയെ വിവാഹം കഴിച്ചു. AD 610 അദ്ദേഹത്തിൻ്റെ 40-ാമത്തെ വയസ്സിൽ ഹിറ ഗുഹയിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കെ ജിബ്രിൽ അതായത് ഗബ്രിയേൽ എന്ന മാലാഖയിലൂടെ അദ്ദേഹത്തിന് ദൈവത്തിൽ നിന്നുള്ള വെളിപാടുകൾ ലഭിക്കാൻ തുടങ്ങി. ഈ വെളിപാടുകളാണ് പിന്നീട് ഖുർആൻ എന്ന വിശുദ്ധ ഗ്രന്ഥമായി മാറിയത്. അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളുടെ ആത്മീയ സത്യം വിശ്വാസത്തിൻ്റെ ഭാഗമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതവും ആ സന്ദേശങ്ങൾ ഉണ്ടാക്കിയ സ്വാധീനവും ചരിത്രത്തിൽ അതിയായ പ്രാധാന്യമുള്ളവയാണ്. തുടക്കത്തിൽ മക്കയിലെ തൻ്റെ അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും മാത്രമാണ് അദ്ദേഹം ആ സന്ദേശം രഹസ്യമായി പകർന്നു നൽകിയത്. ഏകദൈവത്തിൽ അധിഷ്ഠിതമായി ദൈവം ഒന്നാണെന്നും സമൂഹത്തിൽ ധാർമ്മികമായ മാറ്റങ്ങൾ അനിവാര്യമാണെന്നും ദൈവത്തിന് പൂർണ്ണമായും കീഴ്പ്പെടുക എന്നതുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ഇസ്ലാം സന്ദേശം. കാലക്രമേണ ഈ പുതിയ വിശ്വാസ വഴി സ്വീകരിച്ചവർ മുസ്ലിങ്ങളെന്ന് അറിയപ്പെടാൻ തുടങ്ങി. തുടർന്ന് മുഹമ്മദ് നബി തൻ്റെ സന്ദേശം പരസ്യമായി പ്രചരിപ്പിക്കുകയും അദ്ദേഹത്തിന് വിശ്വസ്തരായ ഒരു കൂട്ടം അനുയായികളെ ലഭിക്കുകയും ചെയ്തു. ഇവർ സ്വഹബാക്കൾ എന്ന് വിളിക്കപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രബോധനങ്ങൾ അദ്ദേഹം ഉൾക്കൊള്ളുന്ന സ്വന്തം ഗോത്രമായ ഖുറൈശികളുമായി വലിയ സംഘർഷങ്ങൾക്ക് കാരണമായി. താമസിക്കാതെ ഇരുപക്ഷവും തമ്മിൽ തുറന്ന യുദ്ധങ്ങൾ ആരംഭിച്ചു. ഈ കാലഘട്ടത്തിലാണ് ജിഹാദ് എന്ന ആശയം രൂപപ്പെടുന്നത്. ജിഹാദിന് പ്രധാനമായും 2 അർത്ഥങ്ങളാണുള്ളത്. ഒന്നാമതായി വ്യക്തിപരമായ പരിശ്രമങ്ങളിലൂടെയും ധാർമ്മികതയിലൂടെയും ദൈവഹിതപ്രകാരം ജീവിക്കാനുള്ള ആന്തരികമായ പോരാട്ടം. രണ്ടാമതായി ദൈവത്തിൻ്റെ മാർഗത്തിൽ അനുവദനീയമായ യുദ്ധങ്ങൾ ചെയ്യുക. ഖുറൈശികളുമായുള്ള വർഷങ്ങൾ നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിൽ മുഹമ്മദ് നബിയും അനുയായികളും വിജയം വരിച്ചു. AD 632 അദ്ദേഹം അന്തരിക്കുന്നതിന് മുമ്പ് തന്നെ അറേബ്യയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും അദ്ദേഹം സ്ഥാപിച്ച ഈ പുതിയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിരുന്നു. പ്രവാചകന്റെ വേർപാടിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാളായ അബൂബക്കർ പ്രവാചകന്റെ പിൻഗാമിയായി. അതായത് ചരിത്രത്തിലെ 1ാമത്തെ ഖലീഫയായി അവർ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളുടെയും നേതൃത്വത്തിലാണ് ഇസ്ലാം അറേബ്യയുടെ അതിർത്തികൾ ഭേദിച്ച് മധ്യപൂർവേഷ്യയും അതിനപ്പുറമുള്ള പ്രദേശങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് അതിവേഗം പടർന്നു പിടിച്ചത്. അബൂബക്കറും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ ഉമറും അന്നത്തെ വൻ ശക്തികളായ നസാനിയൻ സാമ്രാജ്യത്തെയും അതായത് പേർഷ്യൻ സാമ്രാജ്യത്തെയും കിഴക്കൻ റോമൻ സാമ്രാജ്യത്തെയും ആക്രമിക്കാൻ അറബ് സൈന്യത്തെ അയച്ചു. പതിറ്റാണ്ടുകൾ നീണ്ട പരസ്പരമുള്ള പോരാട്ടങ്ങൾ മൂലം ഈ 2 സാമ്രാജ്യങ്ങളും അപ്പോഴേക്കും ഏറെ തളർന്നു പോയിരുന്നു. ഇതൊരു അവസരമായി അറബ് സൈന്യം ഒരു ഇടിമുഴക്കം പോലെ അവരുടെ മേൽ ആഞ്ഞടിച്ചു. ലെവൻ, സിറിയ, ഈജിപ്റ്റ്, പേർഷ്യ എന്നിവിടങ്ങളിലെ മഹത്തായ നഗരങ്ങൾ ഒന്നൊന്നായി മുസ്ലിം സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങി. എന്നാൽ ഈ പുതിയ പ്രദേശങ്ങളിൽ താമസിച്ചിരുന്നവരിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യാനികളും ജൂതന്മാരും സൊറോവാസ്ട്രിയൻ മതവിശ്വാസികളും അടങ്ങുന്ന സമൂഹമായിരുന്നു. തങ്ങളുടെ പുതിയ അറബ് ഭരണാധികാരികൾക്ക് നികുതി നൽകേണ്ടിയിരുന്നുവെങ്കിലും ഈ ജനവിഭാഗങ്ങൾക്ക് പൂർണ്ണമായ മതവിശ്വാസത്തോടെ ജീവിക്കാനുള്ള അനുവാദമുണ്ടായിരുന്നു.
നിർബന്ധിത മതപരിവർത്തനങ്ങളോ ഇസ്ലാമിൻ്റെ സജീവമായ പ്രബോധനങ്ങളോ ഇവിടെ അധികം നടന്നിരുന്നില്ല. അതിനാൽ തന്നെ തുടക്കത്തിൽ ഇസ്ലാം വളരെ പതുക്കെയാണ് ആ പ്രദേശങ്ങളിൽ പ്രചരിച്ചത്. അക്കാലം വരെ ഖുർആൻ പ്രധാനമായും വായ്മൊഴിയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത്. ഒപ്പം ചില ലിഖിത രേഖകളും ഉണ്ടായിരുന്നു. മൂന്നാം ഖലീഫ ഉസ്മാന്റെ ഭരണകാലത്താണ് ചിതറിക്കിടക്കുന്ന രചനകളും മനഃപ്പാഠമാക്കിയ വാക്യങ്ങളും ചേർത്ത് ഖുർആൻ ഇന്ന് കാണുന്ന രീതിയിൽ ഒരു സമ്പൂർണ്ണ ഗ്രന്ഥമായി ക്രോഡീകരിക്കപ്പെട്ടത്. ഇന്ന് ലോകമെമ്പാടും പാരായണം ചെയ്യപ്പെടുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്. AD 656 ഖലീഫ ഉസ്മാൻ വധിക്കപ്പെട്ടു. തുടർന്ന് പ്രവാചകന്റെ ബന്ധുവും മരുമകനുമായ അലി ഇബ്നു അബി താലിബിനെ പുതിയ ഖലീഫയായി തിരഞ്ഞെടുത്തു. എന്നാൽ ഉസ്മാന്റെ ബന്ധുവും സിറിയൻ ഗവർണറുമായ മുവാവിയയാണ് മറ്റൊരു വിഭാഗം ആളുകൾ പിന്തുണച്ചത്. ഈ അധികാര തർക്കം ഇസ്ലാമിലെ ആദ്യത്തെ ഫിത്നയ്ക്ക്, അതായത് ആഭ്യന്തര യുദ്ധത്തിന് തിരികൊളുത്തി. ഷിയ സുന്നി വിഭാഗങ്ങൾ തമ്മിലുള്ള ചരിത്രപരമായ വിഭജനത്തിൻ്റെ അടിസ്ഥാന കാരണവും ഈ ആഭ്യന്തര യുദ്ധമായിരുന്നു. അലിയുടെ അനുയായികൾ എന്നർത്ഥം വരുന്ന ഷിയായിത്ത് അലി എന്നതിൽ നിന്നാണ് ഷിയ വിഭാഗവും, പ്രവാചകന്റെ പാത പിന്തുടരുന്നവർ എന്നർത്ഥം വരുന്ന അഹ്ലുസുന്ന എന്നതിൽ നിന്നാണ് സുന്നി വിഭാഗക്കാരുമുണ്ടായത്. AD 661 പിന്നീട് ഖവാരിജുകൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം ആളുകളാൽ ഖലീഫ അലി വധിക്കപ്പെട്ടു. ഇതോടെ ഉമയ്യദ് രാജവംശം അധികാരം പിടിച്ചെടുക്കുകയും ഇസ്ലാം സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഡമാസ്കസിലേക്ക് മാറ്റുകയും ചെയ്തു. AD 680 അലിയുടെ മകൻ ഹുസൈൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ചെറുത്തുനിൽപ്പ് കർബലയിൽ വച്ച് ദാരുണമായി അവസാനിച്ചു. ഹുസൈനെയും അദ്ദേഹത്തിൻ്റെ ചെറിയൊരു സംഘം അനുയായികളെയും ഉമയ്യദ് സൈന്യം നിഷ്കരണം കൊലപ്പെടുത്തി. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിലേക്ക് ഇസ്ലാമിലെ വ്യക്തമായ ഒരു അവാന്തര വിഭാഗമായി ഷിയായിസം മാറുന്നതിലെ ഒരു നിർണായക വഴിത്തിരിവായിരുന്നു ഈ സംഭവം. ഷിയാകൾ മുഹമ്മദ് നബിയുടെ നേരിട്ടുള്ള പിൻഗാമികളുടെ നേതൃത്വത്തിൽ വിശ്വസിച്ചപ്പോൾ സുന്നികൾ പ്രവാചകന്റെയും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരുടെയും കാലഘട്ടത്തെ മാതൃകയായി സ്വീകരിച്ചു. പോരടിക്കുന്ന വിഭാഗങ്ങളായി ചിതറിപ്പോയ ഇസ്ലാമിക ലോകം ഇതോടെ രണ്ടാമതൊരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് കൂപ്പുകുത്തി. എന്നാൽ 12 വർഷം നീണ്ടുനിന്ന ആഭ്യന്തര യുദ്ധങ്ങൾക്കും കലാപങ്ങൾക്കും ശേഷം പുതിയ സാമ്രാജ്യ വ്യാപനത്തിനാണ് ലോകം പിന്നീട് സാക്ഷ്യം വഹിച്ചത്. AD 692 ഉമയ്യദുകൾ ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ നിയന്ത്രണം തിരികെ പിടിക്കുകയും ഉത്തരാഫ്രിക്കയിലെ തങ്ങളുടെ അധിനിവേശം പുനരാരംഭിക്കുകയും ചെയ്തു. ആഫ്രിക്കയിലെ ബെർബർ ഗോത്രവിഭാഗക്കാർക്കിടയിൽ ഇസ്ലാം അതിവേഗം പ്രചരിച്ചു. ഇസ്ലാം മതം സ്വീകരിച്ച താരിഖ് എന്ന ഒരു ബെർബർ വംശജനാണ് ഐബീരിയയിലേക്ക് ഉമയ്യദ് സൈന്യത്തെ നയിച്ചത്. ഈ യാത്രയുടെ ആദര സൂചകമായിട്ടാണ് ജിബ്രൾട്ടൻ പാറയ്ക്ക് താരിഖിൻ്റെ പർവ്വതം എന്ന അർത്ഥം വരുന്ന ജബൽ താരിഖ് എന്ന പേര് ലഭിക്കുന്നത്. വിസിഗോത്ത് രാജാവായ റോഡ്രിഗിനെ പരാജയപ്പെടുത്തിയ അദ്ദേഹം സ്പെയിനിൻ്റെ വലിയൊരു ഭാഗം കീഴടക്കി. അപ്പോഴേക്കും ഉമയ്യദ് സാമ്രാജ്യം അറ്റ്ലാന്റിക് സമുദ്രതീരം മുതൽ ആധുനിക പാകിസ്ഥാൻ വരെ വ്യാപിച്ചിരുന്നു. ഈ സാമ്രാജ്യത്തിലെ ഭൂരിഭാഗം ജനങ്ങളും അപ്പോഴും അമുസ്ലിങ്ങളായി തന്നെ തുടർന്നിരുന്നു. ഉത്തരാഫ്രിക്ക, പേർഷ്യ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ ഉടനീളം ഇസ്ലാം മതം സ്വീകരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വന്നു. പുതുതായി മതം മാറി വന്ന ഇവർ മവാലി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ അറബ് വരേണ്യവർഗം ഇവരെ തങ്ങളെക്കാൾ താഴ്ന്നവരായാണ് കണക്കാക്കിയിരുന്നത്. ഇത് അവർക്കിടയിൽ വലിയ നീരസത്തിന് കാരണമായി. തുടർന്ന് AD 747 ഖുറാസാനിൽ ഒരു വലിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. പ്രവാചകന്റെ പിതൃസഹോദരനായ അബ്ബാസിന്റെ പരമ്പരയിൽപ്പെട്ടവരാണെന്ന് അവകാശപ്പെട്ടിരുന്ന അബ്ബാസിദ് കുടുംബങ്ങളാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. AD 750 സാബ് നദിയുടെ തീരത്ത് നടന്ന ഈ യുദ്ധത്തിൽ അബ്ബാസിദുകൾ ഉമയ്യദുകളെ പരാജയപ്പെടുത്തുകയും അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. അധികാരം പിടിച്ചെടുത്ത അബ്ബാസിദുകൾ ഉമയ്യദ് രാജവംശത്തെ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാണ്ടാക്കി. അബ്ദുൾ റഹ്മാൻ എന്ന ഒരു ഉമയ്യദ് രാജകുമാരൻ മാത്രം ഈ കൂട്ടക്കുരുതിയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്പെയിനിലേക്ക് എത്തിച്ചേർന്നു. AD 756 കൊർദോവ ആസ്ഥാനമാക്കി അദ്ദേഹം സ്വതന്ത്രമായ ഒരു എമിറേറ്റ് സ്ഥാപിച്ചു. തുടർന്ന് അബ്ബാസിദുകൾ തങ്ങളുടെ പുതിയ തലസ്ഥാനമായി ബാഗ്ദാദ് നഗരം നിർമ്മിച്ചു. ഇത് പിൽക്കാലത്ത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ വിജ്ഞാന കേന്ദ്രങ്ങളിലൊന്നായി മാറി. ഗണിതം, ജ്യോതിശാസ്ത്രം, വൈദ്യശാസ്ത്രം, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയമായ മുന്നേറ്റമുണ്ടാക്കിയ ഈ കാലഘട്ടത്തെ
ഇസ്ലാമിൻ്റെ സുവർണകാലം എന്നാണ് ചരിത്രം വിശേഷിപ്പിക്കുന്നത്. സുന്നി ഭരണാധികാരികളിൽ നിന്ന് ഇടയ്ക്കിടെ അടിച്ചമർത്തലുകൾ നേരിടേണ്ടി വന്നുവെങ്കിലും ഇസ്ലാമിലെ പൂർണ്ണമായും വേറിട്ട ഒരു വിഭാഗമായി മാറിയ ഷിയായിസം ഖിലാഫത്തുകളിലുടനീളം വ്യാപിച്ചുകൊണ്ടേയിരുന്നു. ഷിയ വിശ്വാസികൾക്കുള്ളിൽ തന്നെ ടൊൾവർ ഷിയായിസം, ഇസ്മായിലി ഷിയായിസം, സൈദി ഷിയായിസം എന്നിങ്ങനെ വ്യത്യസ്ത ഉപവിഭാഗങ്ങളും ഉയർന്നു വന്നു. ഇതിനു പുറമെ ആന്തരികമായ ആത്മീയതയ്ക്കും ഭൗതികമായ സുഖലോലുപതകളിൽ നിന്നുള്ള അകൽച്ചയ്ക്കും മുൻഗണന നൽകുന്ന സൂഫി പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നതും ഈ കാലഘട്ടത്തിലാണ്. AD 900 പേർഷ്യ, ഈജിപ്ത്, സിറിയ എന്നീ പ്രദേശങ്ങളിലെ ഭൂരിഭാഗം ജനങ്ങളും ഇസ്ലാം മതം സ്വീകരിച്ചു. ഈ പ്രദേശങ്ങളിലെ കൂടുതൽ ജനങ്ങളും മുസ്ലിം മതം സ്വീകരിക്കാൻ മറ്റു ചില കാരണങ്ങളുമുണ്ടായിരുന്നു. മുസ്ലിം ആകുന്നതിൽ ആത്മീയമായ നേട്ടങ്ങൾക്ക് പുറമെ പ്രായോഗികമായ മറ്റു ചില ഗുണങ്ങളും ഉണ്ടായിരുന്നു. ഭരണാധികാരികളുടെ മതം സ്വീകരിക്കുന്നത് വ്യാപാര ബന്ധങ്ങൾ വളർത്തുന്നതിനും സമൂഹത്തിൽ ഉയർന്ന പദവി ലഭിക്കുന്നതിനും ആളുകളെ സഹായിച്ചിരുന്നു. എങ്കിലും ഈ പ്രദേശങ്ങളിൽ വലിയ തോതിൽ ക്രിസ്ത്യൻ, ജൂത സമൂഹങ്ങളും മറ്റ് ചെറിയ മതവിഭാഗങ്ങളും അപ്പോഴും നിലനിന്നിരുന്നതിനാൽ അവിടെയെല്ലാം വലിയൊരു മതവൈവിധ്യം തുടർന്നിരുന്നു. വർഷങ്ങളായി മുസ്ലിം വ്യാപാരികൾ സഹേൽ എന്നറിയപ്പെടുന്ന അർദ്ധ മരുഭൂമി കടന്ന് സബ് സഹാറൽ ആഫ്രിക്കയിലേക്ക് യാത്ര ചെയ്തിരുന്നു. ഖിലാഫത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിൽപ്പനയ്ക്കായി ആഫ്രിക്കൻ അടിമകളെ വാങ്ങുന്നത് അവരുടെ കച്ചവടത്തിൻ്റെ ഭാഗമായിരുന്നു. കാലക്രമേണ ഈ വ്യാപാര പാതയിലൂടെ ഇസ്ലാം പതുക്കെ ആഫ്രിക്കയുടെ തെക്കൻ ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. അവിടുത്തെ ഭരണാധികാരികളും പ്രമാണിമാരും ഇസ്ലാം മതം സ്വീകരിച്ചതോടെ ടിംബക്ടു, ഗാവോ, കാനോ തുടങ്ങിയ നഗരങ്ങൾ ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രധാന കേന്ദ്രമായി മാറി. ഇതിനു പുറമെ മുസ്ലിം വ്യാപാരികൾ അറബിക്കടൽ കടന്ന് അന്നത്തെ കെനിയ, ടാൻസാനിയ, സാൻസിബാർ തുടങ്ങിയ കിഴക്കൻ ആഫ്രിക്കൻ തീരങ്ങളിൽ തങ്ങളുടെ വ്യാപാര കേന്ദ്രങ്ങൾ സ്ഥാപിച്ചതും ആഫ്രിക്കൻ വൻകരയിൽ ഇസ്ലാമിൻ്റെ വ്യാപനത്തിന് വലിയ തോതിൽ ആക്കം കൂട്ടി. കിഴക്കൻ ആഫ്രിക്കയെ വിശാലമായ ഇന്ത്യൻ മഹാസമുദ്ര വ്യാപാര മേഖലയുമായി ബന്ധിപ്പിക്കുന്ന വലിയ വാണിജ്യ കേന്ദ്രങ്ങളായി ഈ തുറമുഖങ്ങൾ മാറി. പ്രസിദ്ധമായ സിൽക്ക് റോഡ് ഉൾപ്പെടുന്ന ഇത്തരം സങ്കീർണവും വിശാലവുമായ വാണിജ്യ ശൃംഖലകൾ മധ്യേഷ്യയിലേക്കും തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്കും ഇസ്ലാം മതത്തിന് കൂടുതൽ ആഴത്തിൽ വേരുറപ്പിക്കാൻ സഹായിച്ചു. മധ്യേഷ്യയിൽ സെൽജുക് ബേഗ് എന്ന തങ്ങളുടെ നേതാവിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം അർദ്ധനാടോടികളായ സെൽജുക്കുകൾ എന്ന തുർക്കിഷ് ഗോത്രവർഗം ഇസ്ലാം മതം സ്വീകരിച്ചു. നഗരങ്ങൾ ഒന്നൊന്നായി കീഴടക്കി സെൽജുക്കുകൾ മിഡിൽ ഈസ്റ്റിലുടനീളം തങ്ങളുടേതായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തു. 1055 അവർ ബാഗ്ദാദ് പിടിച്ചെടുത്തതോടെ ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ യഥാർത്ഥ ഭരണാധികാരികളായി അവർ മാറി. സെൽജുക്കുകളുടെ ഭരണത്തിന് കീഴിൽ ഇസ്ലാമിലെ രാഷ്ട്രീയ അധികാരവും മതപരമായ നേതൃത്വവും വേർതിരിക്കപ്പെട്ടു. സൈനിക രാഷ്ട്രീയ അധികാരങ്ങൾ സെൽജുക്ക് സുൽത്താൻമാർ കൈയാളിയപ്പോൾ മതപരമായ നേതൃത്വവും ഖലീഫമാരും ഉലമ എന്നറിയപ്പെടുന്ന ഇസ്ലാമിക പണ്ഡിതന്മാരും നിർവഹിച്ചു. 1071 മാൻസിക്കട്ടിൽ വച്ച് നടന്ന യുദ്ധത്തിൽ സെർജ് സുൽത്താനായ ആബ് അസ്ലാൻ ബൈസന്റീൻ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തി. ഇത് ഏഷ്യ മൈനർ എന്നറിയപ്പെടുന്ന അനാറ്റാലിയ മുസ്ലിങ്ങൾ കീഴടക്കുന്നതിന് വഴിയൊരുക്കി. എന്നാൽ ക്രിസ്ത്യൻ ലോകം ഇതിന് ശക്തമായി തിരിച്ചടിച്ചു. വിശുദ്ധ ഭൂമി മോചിപ്പിക്കുന്നതിനായി മാർപ്പാപ്പയായിരുന്ന അർബൻ ഒരു വിശുദ്ധ യുദ്ധത്തിന് ആഹ്വാനം ചെയ്തു. അങ്ങനെ 1099 കുരിശ് യുദ്ധക്കാർ ജെറുസലേം ആക്രമിച്ച് കീഴടക്കി. അവർ ആ പ്രദേശത്ത് തങ്ങളുടേതായ കുരിശ് യുദ്ധ രാജ്യങ്ങൾ സ്ഥാപിച്ചെങ്കിലും അവിടം ക്രിസ്ത്യൻ, ജൂതർ, മുസ്ലിം എന്നിങ്ങനെ വിവിധ മതവിശ്വാസികൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു പ്രദേശമായി തന്നെ തുടർന്നു. മുസ്ലിം ലോകത്ത് വലിയ തോതിലുള്ള രാഷ്ട്രീയ ശിഥിലീകരണം നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. പഴയ സാമ്രാജ്യത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും അപ്പോൾ ഭരിച്ചിരുന്നത് പ്രാദേശിക രാജവംശങ്ങളും വ്യത്യസ്ത വിഭാഗക്കാരുമായിരുന്നു. സെർജുക്കുകൾ, ഗസ്നാവിഡ്സ്, ആൽമോറാവിഡ്സ്, ഫാത്തിമിഡ്സ് എന്നിവർ ഇതിൽ ഉൾപ്പെട്ടിരുന്നു. എന്നാൽ 12ാം നൂറ്റാണ്ടിൽ ഈജിപ്റ്റ്, സിറിയ, ഇറാഖ് എന്നീ പ്രദേശങ്ങളെ ഒന്നിപ്പിക്കുന്നതിൽ സലാഹുദ്ദീൻ എന്ന കുർദിഷ് സൈന്യാധിപൻ വിജയിച്ചു. 1187 അദ്ദേഹം കുരിശ് യുദ്ധക്കാരിൽ നിന്ന് ജെറുസലേം തിരിച്ചുപിടിച്ചു. സലാഹുദ്ദീനെ സംബന്ധിച്ചിടത്തോളം അതൊരു അഭിമാനകരമായ വിജയമായിരുന്നു. ഒപ്പം കുരിശ് യുദ്ധക്കാർക്കെതിരെയുള്ള പോരാട്ടത്തിലെ ചരിത്രപരമായ ഒരു വഴിത്തിരിവും. 8ാം നൂറ്റാണ്ട് മുതൽ തന്നെ മുസ്ലിം വ്യാപാരികളും സൂഫി മിസ്റ്റിക് പണ്ഡിതന്മാരും സിൽക്ക് റൂട്ടിലൂടെ മധ്യ കിഴക്കൻ ഏഷ്യയുടെ ഉൾഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്തിരുന്നു.
ഇത് ഇസ്ലാം മതം സ്വീകരിക്കുന്നവരുടെ എണ്ണം അവിടെ ക്രമാനുഗതമായി വർദ്ധിക്കുന്നതിന് കാരണമായി. അവരിൽ പ്രധാനിയായിരുന്നു വിഖ്യാത മംഗോൾ ഭരണാധികാരി ചെങ്കിസ് ഖാന്റെ കൊച്ചുമകനായ ബെർഖെ ഖാൻ. ബുഖാറയിൽ വച്ച് ഒരു മുസ്ലിം വ്യാപാര സംഘത്തെ കണ്ടുമുട്ടിയ അദ്ദേഹത്തിന് അവരുടെ ഭക്തിയും ജീവിത രീതിയും വളരെയധികം ആകർഷിച്ചതായി പറയപ്പെടുന്നു. എന്നാൽ അക്കാലത്ത് ഭൂരിഭാഗം മംഗോളിയരും തങ്ങളുടെ പാരമ്പര്യ വിശ്വാസങ്ങളിൽ തന്നെ ഉറച്ചു നിന്നു. 1258 ബെർഖയുടെ സഹോദരനായ ഹുലാഗു ഖാൻ മുസ്ലിം പ്രദേശങ്ങൾക്കെതിരെ നടത്തിയ വിനാശകരമായ ആക്രമണം ബാഗ്ദാദിന്റെ തകർച്ചയ്ക്കും അന്നത്തെ ഖലീഫയുടെ വധത്തിനും കാരണമായി. എങ്കിലും കാലക്രമേണ ഇസ്ലാമിക വിശ്വാസവും സംസ്കാരവും മംഗോളിയരുടെ മേൽ വലിയ സ്വാധീനം ചെലുത്തി. ഒരു നൂറ്റാണ്ടിനുള്ളിൽ തന്നെ റഷ്യ മുതൽ ഇന്ത്യ വരെയുള്ള ഏറ്റവും വലിയ 3 മംഗോൾ സാമ്രാജ്യങ്ങൾ ഇസ്ലാമിനെ തങ്ങളുടെ പുതിയ മതമായി സ്വീകരിച്ചു. തെക്കുകിഴക്കൻ ഏഷ്യയിൽ മുസ്ലിം വ്യാപാരികളുമായുള്ള നൂറ്റാണ്ടുകൾ നീണ്ടുള്ള സമ്പർക്കം ഇസ്ലാമിൻ്റെ വ്യാപനത്തിന് വലിയ വേഗത കൂട്ടി. 1267 സുമാത്ര ദ്വീപിൽ സുമാത്ര പാസി സുൽത്താനേറ്റ് സ്ഥാപിതമായി. ഇത് പിന്നീട് ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും ഒരു പ്രധാന കേന്ദ്രമായി മാറി. ഈ കാലഘട്ടത്തിൽ റൂം സുൽത്താനേറ്റിൽ ഒരു പുതിയ സൂഫി പ്രസ്ഥാനം ഉയർന്നു വന്നു. തങ്ങളുടെ സവിശേഷമായ നൃത്ത പ്രാർത്ഥനകൾക്ക് പേരുകേട്ട മൗലവി എന്ന സൂഫി പരമ്പര ആത്മീയമായ ഉണർവ് ലക്ഷ്യം വയ്ക്കുകയും ജനങ്ങൾക്കിടയിൽ വളരെ വേഗം സ്വീകാര്യത നേടുകയും ചെയ്തു. 14-ാം നൂറ്റാണ്ടിൽ മുസ്ലിം ലോകത്തിൻ്റെ ഹൃദയഭാഗങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനായി വിവിധ രാജവംശങ്ങൾ തമ്മിലുള്ള ശക്തമായ മത്സരങ്ങൾക്കാണ് ചരിത്രം സാക്ഷ്യം വഹിച്ചത്. ഈജിപ്തിലെ മംഗൂക്കുകൾ, പേർഷ്യയിലെ ഇൽഖാനേറ്റുകൾ, അനാറ്റോലിയയിലെ നിരവധി തുർക്കിഷ് രാജ്യങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ഇതിൽ നിന്നാണ് ഇസ്ലാമിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്ന് പിന്നീട് ഉദയം കൊണ്ടത്. 1300-കളിൽ ഒരു പുതിയ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ഉദയത്തിന് ലോകം സാക്ഷിയായി. വടക്കു പടിഞ്ഞാറൻ അനാറ്റോയിലെ ഒരു ചെറിയ തുർക്കിഷ് പ്രദേശമാണ് ഉസ്മാൻ ഒന്നാമൻ ഭരിച്ചിരുന്നത്. അതിശക്തമായ നിരവധി അധിനിവേശങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ആധുനിക തുർക്കിയിൽ ഒട്ടോമൻ സാമ്രാജ്യത്തിന് ശക്തമായ അടിത്തറവാകി. പിന്നീട് ബാൾക്കൻ പ്രദേശങ്ങളിലേക്ക് മുന്നേറിയ ഒട്ടോമനുകൾ ബൾഗേറിയ, സെർബിയ, ബോസ്നിയ തുടങ്ങിയവ കീഴടക്കി. സാമ്പത്തിക നേട്ടങ്ങൾ, നിയമപരമായ ആനുകൂല്യങ്ങൾ, ഒട്ടോമൻ ഭരണകൂടത്തിലെ ഉന്നത പദവികൾ എന്നിവയിൽ ആകൃഷ്ടരായി കാലക്രമേണ അവിടുത്തെ പ്രാദേശികരായ നിരവധി ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു. 1454-ൽ സുൽത്താൻ മെഹദ് രണ്ടാമൻ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. ഒരിക്കൽ കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിൻ്റെയും ഓർത്തഡോക്സ് ക്രിസ്തുമതത്തിൻ്റെയും ഹൃദയഭാഗമായിരുന്ന ആ മഹാനഗരം അവരുടെ പുതിയ ഇസ്ലാമിക ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായി മാറി. തെക്കുകിഴക്കൻ ഏഷ്യയിൽ ഇസ്ലാമിൻ്റെ സ്വാധീനം അവിടുത്തെ മതപരമായ സാഹചര്യങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരുന്നു. 1414-ൽ മലാക്കയിലെ ഭരണാധികാരി ഇസ്ലാം മതം സ്വീകരിക്കുകയും സുൽത്താൻ ഇസ്കൻ ഷാ എന്ന പദവി ഏറ്റെടുത്ത് ഇസ്ലാമിനെ രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. വാണിജ്യത്തിലൂടെയും പുതിയ സഖ്യങ്ങളിലൂടെയും ഈ പുതിയ സുൽത്താനേറ്റ് ആ മേഖലയിൽ ഇസ്ലാം കൂടുതൽ വ്യാപിപ്പിക്കാൻ സഹായിച്ചു. തുടർന്ന് 1478-ൽ ജാവയിലെ ആദ്യത്തെ പ്രധാന മുസ്ലിം രാജ്യമായി ഡമാക് സുൽത്താനേറ്റ് ഉയർന്നു വന്നു. അതേസമയം യൂറോപ്പിൽ ഐബീരിയൻ ഉപദ്വീപിലെ അവസാനത്തെ മുസ്ലിം ശക്തി കേന്ദ്രമായിരുന്ന ഗ്രാനഡ 1492-ൽ ക്രിസ്ത്യൻ സൈന്യത്തിനു മുന്നിൽ കീഴടങ്ങി. സ്പെയിനിലെ 8 നൂറ്റാണ്ടോളം നീണ്ടു നിന്നിരുന്ന മുസ്ലിം ഭരണത്തിനാണ് അതോടെ അന്ത്യം കുറിക്കപ്പെട്ടത്. അവിടുത്തെ മുസ്ലിങ്ങൾക്കും ജൂതന്മാർക്കും നിർബന്ധിതരായി കത്തോലിക്ക മതം സ്വീകരിക്കേണ്ടി വരികയും ഒടുവിൽ അവരെ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്തു. 1501-ൽ ഷാ ഇസ്മായിൽ ഒന്നാമൻ പേർഷ്യ കീഴടക്കി. സഹാവിദ് രാജവംശത്തിൻ്റെ സ്ഥാപകനായ അദ്ദേഹം ഷിയ വിഭാഗത്തിലെ ടിൽവർ വിശ്വാസത്തെ രാജ്യത്തിൻ്റെ പുതിയ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചു. ഇന്നത്തെ ഇറാൻ മഹാഭൂരിഭാഗവും ഷിയ വിശ്വാസികളുള്ള ഒരു രാജ്യമായി മാറാനുള്ള പ്രധാന കാരണവും ഇതുതന്നെയാണ്. 1517-ൽ ഒട്ടോമൻ സുൽത്താനായ സെലിം ഒന്നാമൻ ഈജിപ്തും ഹിജാസും കീഴടക്കി. ഇസ്ലാമിലെ ഏറ്റവും പുണ്യമേറിയ 2 സ്ഥലങ്ങളായ മക്കയും മദീനയും ഇതോടെ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലായി. തുടർന്ന് അദ്ദേഹം സ്വയം പുതിയ ഖലീഫയായി പ്രഖ്യാപിച്ചു. പിന്നീടുള്ള 400 വർഷക്കാലം ഈ ഖിലാഫത്ത് പദവി ഒട്ടോമൻ സുൽത്താനേറ്റുകളുടെ കൈകളിലായിരുന്നു. 1526-ൽ ചെങ്കിസ് ഖാനിൻ്റെ പിൻഗാമികളായ ബാബർ ഡൽഹി സുൽത്താനേറ്റിനെ പരാജയപ്പെടുത്തി.
ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള ഇന്ത്യയുടെ വലിയൊരു ഭാഗം അടുത്ത 2 നൂറ്റാണ്ടുകളോളം ഭരിച്ച മുസ്ലിം മുഗൾ സാമ്രാജ്യത്തിന് അദ്ദേഹം അങ്ങനെ അടിത്തറ പാകി. എന്നാൽ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ മുസ്ലിം ശക്തി ക്ഷയിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങിയിരുന്നു. റഷ്യക്കാർ കസാൻ, അസ്ട്രാഖാൻ, സൈബീരിയ എന്നീ ഖാനേറ്റുകളെ പരാജയപ്പെടുത്തി. ലെബൻഡോ യുദ്ധത്തിൽ ഒട്ടോമൻ നാവികസേനകർക്ക് ആദ്യത്തെ വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു. 1 നൂറ്റാണ്ടിന് ശേഷം വിയറ്റ്നാമിൽ നടന്ന പരാജയപ്പെട്ട ഉപരോധത്തോടെ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ അതിർത്തി വികാസം പൂർണ്ണമായും അവസാനിച്ചു. ഏകദേശം ഈ ഘട്ടം മുതൽ 2 മഹത്തായ മുസ്ലിം സാമ്രാജ്യങ്ങളായ ഒട്ടോമനുകളും മുഗളന്മാരും ആഭ്യന്തര കലഹങ്ങളാലും ബാഹ്യശത്രുക്കളാലും വലിയ വെല്ലുവിളികൾ നേരിടാൻ തുടങ്ങി. 18ാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ പരിഷ്കരണവാദികളായ വഹാബി പ്രസ്ഥാനം പിറവിയെടുത്തു. പരമ്പരാഗതമായ പല ഇസ്ലാമിക വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സംശയത്തോടെ വീക്ഷിക്കുന്നതായിരുന്നു അവരുടെ രീതി. ആദ്യത്തെ സൗദി രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികളായ അൽ സൗദ് കുടുംബവുമായുള്ള സഖ്യത്തിലൂടെ ഈ പ്രസ്ഥാനം പിന്നീട് വലിയ രാഷ്ട്രീയ സ്വാധീനം നേടിയെടുത്തു. 19ാം നൂറ്റാണ്ട് യൂറോപ്യൻ കൊളോണിയൽ അധിനിവേശക്കാരുടെ ഒരു പ്രധാന കാലഘട്ടമായിരുന്നു. അൾജീരിയ, ലിബിയ, ഈജിപ്ത്, സുഡാൻ തുടങ്ങിയ നിരവധി മുസ്ലിം രാജ്യങ്ങൾ ഇതിനിരയായി. പലയിടങ്ങളിലും ഈ അധിനിവേശക്കാർക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പിൻ്റെ ഒരു ശക്തമായ പ്രചോദനമായി ഇസ്ലാം മാറി. ഇത്തരം കൊളോണിയൽ കടന്നുകയറ്റങ്ങൾ യാഥാസ്ഥിതികരായ സലാഫിസം എന്ന പുതിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഉദയത്തിനും കാരണമായി. ആദ്യകാല മുസ്ലിം സമൂഹത്തിൻ്റെ ആചാരങ്ങളിലേക്കും ജീവിത രീതികളിലേക്കും തിരിച്ചു പോകുന്നതാണ് അവർ ആഹ്വാനം ചെയ്തത്. മുസ്ലിങ്ങളെ അടിച്ചമർത്തുന്നവരെയും അധിനിവേശക്കാരെയും നേരിടാൻ അവരുടെ അനുയായികളിൽ ചിലർ സായുധ ജിഹാദികളിലേക്കും തിരിഞ്ഞു. 1ാം ലോക മഹായുദ്ധത്തിൽ ഒട്ടോമൻ സാമ്രാജ്യത്തിനേറ്റ വലിയ പരാജയത്തെ തുടർന്ന് തുർക്കിഷ് നേതാവായ മുസ്തഫ കമാൽ അത്താതുർക്ക് രാജ്യത്തെ കൂടുതൽ മതേതരമായ ഒരു ഭാവിയിലേക്ക് നയിക്കാൻ ശ്രമിച്ചു. ഇതിൻ്റെ ഭാഗമായി 4 നൂറ്റാണ്ടുകളായി തുർക്കിഷ് ഭരണാധികാരികൾ അലങ്കരിച്ചിരുന്ന ഒട്ടോമൻ ഖിലാഫത്ത് 1924 അദ്ദേഹം ഔദ്യോഗികമായി അവസാനിപ്പിച്ചു. ലോകമഹായുദ്ധങ്ങൾ, കമ്മ്യൂണിസ്റ്റ് വിപ്ലവങ്ങൾ, കൊളോണിവൽക്കരണത്തിൻ്റെ അന്ത്യം തുടങ്ങി 20ാം നൂറ്റാണ്ടിലുണ്ടായ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ഇസ്ലാമിൻ്റെ ഭൂപടത്തെയും ആഴത്തിൽ സ്വാധീനിച്ചു. 1945 ഓഗസ്റ്റിൽ ഡച്ച് കൊളോണിയൽ ഭരണത്തിൽ നിന്നും ഇന്തോനേഷ്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അതോടെ ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ വസിക്കുന്ന രാജ്യമായി ഇന്തോനേഷ്യ മാറി. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ പിന്മാറ്റം ലോകത്ത് പുതിയ വിഭജനങ്ങൾക്ക് വഴിയൊരുക്കി. 1947 ഇന്ത്യ വിഭജനത്തിലൂടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള പശ്ചിമ പാകിസ്ഥാനും പിന്നീട് കിഴക്കൻ പാകിസ്ഥാനും അതായത് ബംഗ്ലാദേശും രൂപീകരിക്കപ്പെട്ടു. തൊട്ടു പിന്നാലെ 1948 ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായിരുന്ന പാലസ്തീനിൽ ഇസ്രായേൽ എന്ന പുതിയ ജൂതരാഷ്ട്രം സ്ഥാപിതമായി. 1979 ഇറാനിലുണ്ടായ വിപ്ലവം അവിടുത്തെ ഷാ ഭരണാധികാരിയെ അട്ടിമറിക്കുകയും ആയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ ഒരു ഷിയ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിക്കുകയും ചെയ്തു. 20ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ പഴയ കൊളോണിയൽ ബന്ധങ്ങളും സാമ്പത്തിക ആവശ്യങ്ങൾക്കായുള്ള കുടിയേറ്റങ്ങളും കാരണം പടിഞ്ഞാറൻ യൂറോപ്പിലും വടക്കേ അമേരിക്കയിലുമുടനീളം വലിയ മുസ്ലിം സമൂഹങ്ങളുടെ വളർച്ചയ്ക്ക് ലോകം സാക്ഷ്യം വഹിച്ചു. ക്രമേണ മുസ്ലിങ്ങൾ പാശ്ചാത്യ സാംസ്കാരിക പശ്ചാത്തലത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറി. എന്നാൽ ആഗോളതലത്തിൽ സംഭവിച്ചതുപോലെ തന്നെ അവിടെയും അപകടകരമായ പുതിയ സംഘർഷങ്ങൾ ഉയർന്നു വന്നു. 2001 അൽ ഖ്വയ്ദ എന്ന തീവ്രവാദ സംഘടന ന്യൂയോർക്കിലെ ഇരട്ട ഗോപുരങ്ങൾ ആക്രമിച്ചു. ഇതോടെ പാശ്ചാത്യ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇസ്ലാം ഒരു ഭീഷണിയായി കാണപ്പെടാൻ തുടങ്ങി. ചില മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും അതിനെ കടുത്ത ഭാഷയിൽ അപലപിച്ചു. ഭൂരിഭാഗം മുസ്ലിങ്ങളും തങ്ങളുടെ വിശ്വാസത്തെ എങ്ങനെ കാണുന്നു എന്നതും പാശ്ചാത്യ ലോകത്തെ ചില കാഴ്ചപ്പാടുകളും തമ്മിലുള്ള അകലം ഇതോടെ വർദ്ധിച്ചു. മതരാഷ്ട്ര തീവ്രവാദികൾ തമ്മിലുള്ള ഈ സംഘർഷങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇന്നും തുടരുകയാണ്. ഇതിനു പുറമെ റഷ്യ, മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളിൽ ഭരണകൂടവും ചില മുസ്ലിം ഗ്രൂപ്പുകളും തമ്മിൽ ഗുരുതരമായ പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചൈനയിൽ തുടരുന്ന പീഡനങ്ങളും ഇസ്രായേൽ പാലസ്തീൻ മേഖലയിൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളും സമകാലിക ലോകത്തെ വലിയ പ്രതിസന്ധികളാണ്. എന്നാൽ ഇസ്ലാമിൻ്റെ 1400 വർഷങ്ങൾ നീണ്ട ചരിത്രത്തിൽ ഇതൊന്നും ആദ്യത്തെ പ്രതിസന്ധികളല്ല. ഇക്കാലയളവിലുടനീളം അവിശ്വസനീയമായ അതിജീവന ശേഷിയും മാറുന്ന സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള കഴിവും ഈ മതം പ്രകടിപ്പിച്ചിട്ടുണ്ട്. വ്യാപാരികളിലൂടെയും ഭരണാധികാരികളിലൂടെയും ഐബീരിയ മുതൽ ഇന്തോനേഷ്യ വരെയുള്ള വിദൂര ദേശങ്ങളിലേക്ക് അത് സഞ്ചരിച്ചു.
വൈവിധ്യമാർന്ന ജനങ്ങളെ ഒന്നിപ്പിക്കുകയും മഹത്തായ നിരവധി സംസ്കാരങ്ങളുടെ ഉദയത്തിന് പ്രചോദനമാവുകയും ചെയ്തു. വിശ്വാസത്തിൻ്റെയോ ചരിത്രത്തിൻ്റെയോ ഏത് കോണിലൂടെ നോക്കിയാലും മനുഷ്യരാശിയുടെ ഭൂതകാല ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അധ്യായങ്ങളിലൊന്നാണ് ഇസ്ലാമിൻ്റെ ഉദയം. ലോകമെമ്പാടുമുള്ള 190 കോടി മുസ്ലിങ്ങളുടെ ആ ചരിത്ര പൈതൃകം ഇന്നും നിലനിൽക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മതമായി മാറിയ ഇസ്ലാം മതത്തിൻ്റെ ബ്രീഫ് ഹിസ്റ്ററി ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. വളരെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.